അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തമസ്സക ബിയദിഹിം വഖ്തഫ അമ്മാ ബഅദ് ഫഖദ് ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. ബന്യരായ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, അധ്യക്ഷരവറുകളെ, ജാമിയ ദാറുസ്സലാമിൻ്റെയും ദഅ്വ കോളേജിൻ്റെയും മറ്റ് ജാമിയ ദാറുസ്സലാമിൻ്റെ സ്ഥാപനങ്ങളുടെയും ഉസ്താദുമാരെ, ഈ പരിപാടിയുടെ സംഘാടകരെ, മാന്യാതിഥികളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിയ ദാറുസ്സലാമിൻ്റെ സനദാന സമ്മേളനത്തിൻ്റെ പ്രചരണത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന തസവ്വുഫ് സെമിനാറിലാണ് നാം സന്നിഹിതരായത്. ഇന്നത്തെ നമ്മുടെ അവതരിപ്പിക്കേണ്ടുന്ന വിഷയം സൂഫി സംഗീതവും മതേതര സൂഫിസം. പലരും ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം, ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ്, ഇതിൻ്റെ ആവശ്യമെന്ത്, അതിൻ്റെ സാഹചര്യമെന്ത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, മുമ്പ് അറബിയിലെ ഒരു പഴമൊഴി പറയാറുണ്ട്, ഹുബ്ബുക ലിശൈഇ യുഅ്മി വയുസിമ്മു. ഒരു കാര്യത്തെ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിന്നെ അന്ധനും ബധിരനുമാക്കി തീർക്കുമെന്ന്. ഏതെങ്കിലും ഒരു കാര്യത്തോട് അതിയായ താല്പര്യം നമുക്കുണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ, അതിൻ്റെ ന്യൂനതകൾ ഏതെല്ലാമാണോ, ഏതെല്ലാം കുറവുകൾ അതിനുണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. അത് നോക്കിക്കാണാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതിനുള്ള അയ്ബുകൾ കേൾക്കുവാനുള്ള കഴിവും നഷ്ടപ്പെടും. ഇതാണ് ഹുബ്ബുക ലിശൈഇ യുഅ്മി വയുസിമ്മു എന്ന് പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്ന മലയാളത്തിൽ തന്നെ സാധാരണ നൃപ്പനാപിത പുത്രന്യായം എന്ന പേരിലൊരു ന്യായമുണ്ട്. നൃപ്പനാപിത പുത്രന്യായം. ഈ ന്യായത്തിൻ്റെ അടിസ്ഥാനം, ഒരു രാജാവ് ഒരവസരത്തിൽ രാജാവിൻ്റെ ക്ഷുരകനോട് പറഞ്ഞു, വസ്സാൻ, നമ്മളെ ഭാഷയിൽ വസ്സാൻ എന്ന് പറയുന്ന ഒരു അസ്സാനോട് പറഞ്ഞു, രാജ്യത്തുള്ള ഏറ്റവും സുന്ദരനായ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ നീ കൊണ്ടുവരണം. അങ്ങനെ ഇദ്ദേഹം രാജ്യം മുഴുവനും ചുറ്റിക്കറങ്ങി, പല ദിവസങ്ങൾ ചുറ്റിക്കറങ്ങി. അത്രയും സുന്ദരനായ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ കാണാതെ തിരിച്ച് വീട്ടിൽ പോകും. വീട്ടിൽ വന്നപ്പോൾ തൻ്റെ സ്വന്തം മകനെ കണ്ടു. അപ്പം മകൻ്റെ സൗന്ദര്യത്തിൽ ആകർഷനായിക്കൊണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഈ മകൻ എന്ന് പറഞ്ഞാൽ വിരൂപന്മാരിൽ ഏറ്റവും വലിയ വിരൂപൻ.
ഒരു സൗന്ദര്യവുമില്ലാത്ത വിരൂപനായ ഒരു മകനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് നിറുപ്പനാപിത പുത്രന്യായം എന്ന് പറഞ്ഞത്. നിറുപ്പൻ എന്ന് പറഞ്ഞാൽ രാജാവ്, നാപിതൻ എന്ന് പറഞ്ഞാൽ ക്ഷുരകൻ, ഒസ്സാൻ. അപ്പം നിറുപ്പനാപിത പുത്രന്യായം എന്ന് പറഞ്ഞാൽ രാജാവും ക്ഷുരകൻ്റെ മകൻ്റെ ന്യായമാണ്. തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ മകനോടുള്ള സ്നേഹം മതിയായപ്പോൾ മകനിൽ ഏതെല്ലാം വൈരൂപ്യങ്ങളുണ്ടോ അത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതേപോലെ ഇന്ന് നമ്മുടെ കലാലയങ്ങളെല്ലാം ഇന്ന് കലാപരിപാടികൾ വളരെ കൂടുതലായ കാലമാണ്. അപ്പം അമിതമായ കലാ ആവേശത്തിൻ്റെ പേരിൽ, അതിനോടുള്ള അതിയായ പ്രേമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെല്ലാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യമാണ്: ഏറ്റവും പുതുമയുള്ള ഒരു പരിപാടി അവതരിപ്പിക്കണം. ആരും കാണാത്ത, എവിടെയുമില്ലാത്ത, ജനങ്ങളെല്ലാം ആകർഷിപ്പിക്കുന്ന പുതുമയുള്ള ഒരു പരിപാടി അവതരിപ്പിച്ച് നമ്മുടെ സ്ഥാപനത്തിന് പേര് കിട്ടണമെന്നോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പേര് കിട്ടണമെന്നോ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, അതിനോടുള്ള അതിയായ താല്പര്യം കാരണത്താൽ ഈ പരിപാടിയിൽ എന്തെല്ലാം ന്യൂനതകളുണ്ടോ, അത് ഹറാമാണോ ഹലാലാണോ, ശിർക്കാണോ ഹക്കാണോ ബാത്തിലാണോ, അതിലുള്ള ന്യൂനതകൾ ഏതാണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നെത്തി. ഖേദകരമെന്ന് പറയട്ടെ. ഈ ഒരവസ്ഥ ഉണ്ടായതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ആരെയും ആക്ഷേപിക്കില്ല, ഉണ്ടായ സാഹചര്യം പറയുകയാണ്. ഒരവസരത്തിൽ രാത്രി ജാമിയ ദാറുസ്സലാമിൻ്റെ കീഴിലുള്ള തർക്കിയത്തുൽ ഹുഫാദ് കോളേജിൽ അവിടെ ഫെസ്റ്റ്, വിദ്യാർത്ഥികളുടെ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ രാത്രി അവിടുന്ന് മ്യൂസിക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഹാർമോണിയത്തിൻ്റെയും മ്യൂസിക്കിൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട്, പാട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഇത് തർക്കിയത്തുൽ ഹുഫാദിൽ നിന്നാവുകയില്ല, അത് അടുത്തുള്ള പുറത്തുള്ള വല്ല ഏതെങ്കിലും പരിപാടികളായിരിക്കും എന്ന് കരുതി. അങ്ങനെ രാത്രി അത് കഴിഞ്ഞ് കുറേ നേരം നീണ്ട പരിപാടിയായിരുന്നു, പാട്ടും പല പരിപാടിയും ഉണ്ടായിരുന്നു. രാവിലെ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ റൂമിൻ്റെ നേരെ മേലെന്ന് നന്നായി കേൾക്കും, താഴെ ചിലപ്പോൾ അത്രത്തോളം കേൾക്കുകയില്ല. അപ്പോൾ ഞാൻ വന്നിരായ കെ ഉസ്താദിന് ഫോൺ ചെയ്തു, എന്താണ് ആ കേൾക്കുന്ന ഈ ഹാർമോണിയത്തിൻ്റെയും മറ്റു വല്ലതും ശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ചോദിച്ചപ്പോൾ, ഇന്നലെ രാത്രി സൂഫി സംഗീതം നടക്കുകയായിരുന്നു, അതിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഇതിനെ ഞാൻ ബഹുമാന്യരായ നമ്മുടെ എ.വി. ഉസ്താദിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഹാർമോണിയത്തിൻ്റെ ശബ്ദം മറ്റുമല്ല അവിടുന്ന് കേൾക്കുന്നുണ്ട്, അത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മോശമാണ്, അത് നിർത്താൻ വേണ്ടി പറയണം. എ.വി. ഉസ്താദ് ഉടൻ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഫോൺ ചെയ്ത് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിർത്തി. ഇത് നമ്മുടെ ദീനീ കലാലയത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ മറ്റ് ദീനിയല്ലാത്ത കലാലയങ്ങളുടെ അവസ്ഥ പറയാനില്ല. അതോടൊപ്പം മറ്റൊന്നുകൂടി, നമ്മുടെ തന്നെ പത്രമായ സുപ്രഭാതം പത്രത്തിൻ്റെ ന്യായപ്രഭാതത്തിൽ സൂഫി സംഗീതത്തിനെ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊരു ലേഖനം. ആ ലേഖനം ഇതാണ് ലേഖനം. അതിൽ സൂഫി സംഗീതത്തിൻ്റെ മഹത്വവും അതിൻ്റെ
അതുകൊണ്ടുള്ള അതിൻ്റെ ഏകദേശം ഒരു എന്താണ് സൂഫി സംഗീതം എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ ഇതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അപ്പോൾ ഇതുകൂടി വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചില വിദ്യാർത്ഥികളെല്ലാം ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അതിന് ഞാൻ വലിയ വിശദമായ മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായി ഒരവസരം കിട്ടുകയാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് വിശദമായി സംസാരിക്കണമെന്ന് കരുതി. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട എ വി ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള ആഗ്രഹമെല്ലാം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ എ വി ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പലപ്പോഴും അങ്ങനെ കരുതിയിരുന്ന അവസരം കിട്ടുകയാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് നമ്മുടെ തന്നെ പത്രമായ സുപ്രഭാതത്തിൻ്റെ ഞായർ പ്രഭാതത്തിൽ പാടിയും പറഞ്ഞും 2 പേര് എന്ന് പറഞ്ഞുള്ള ഈ ലേഖനം. ഇതിലെ സൂഫികളുടെ പാട്ടുകൾക്ക് പിന്നിലൊളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പാടിയും പറഞ്ഞും മലയാള ഹൃദയം കീഴടക്കുകയാണ് മലപ്പുറത്തുകാരായ 2 ആളുകൾ. ആളെ പേര് പറയുന്നില്ല. മറ്റുള്ളവരെ തങ്ങളുടെ സംഗീതത്തിൽ അലിയിച്ച് ആത്മീയ ആനന്ദത്തിൻ്റെ പരകോടിയിലേക്ക് ആ സ്വരമാധുരി ആസ്വാദകരെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് തുടക്കം. എന്നിട്ട് ആദ്യം തന്നെ ഈ ലേഖനത്തിൻ്റെ തുടക്കം തന്നെ ഒരു കഥയാണ് പറയുന്നത്. ഒരിക്കലും മിയാൻ താൻസനോട് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണണമെന്ന് കാണണമെന്നും അവരുടെ ഒരു പാട്ട് കേൾക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ താൻസൻ വേഷപ്രച്ഛന്നനായ അക്ബർ ചക്രവർത്തിയെയും കൂട്ടി തൻ്റെ ഗുരുവായ സ്വാമി ഹരിദാസിൻ്റെ സവിധത്തിലെത്തി. 3 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗുരു ശിഷ്യൻ്റെ വേഷപ്രച്ഛന്നനായി വന്ന ചക്രവർത്തിയുടെയും മുന്നിൽ തൻ്റെ മാന്ത്രിക സ്വരങ്ങൾ കൊണ്ട് പാലാഴി തീർത്തു. ചക്രവർത്തിയും താൻസനും തിരിച്ചു രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. പിന്നീട് ഒരു ദിവസം രാജകൊട്ടാരത്തിലെ സംഗീതജ്ഞനായിരുന്ന താൻസനോട് ഗുരുവിനെ സ്മരിപ്പിക്കും വിധം ഒരു പാട്ട് കേൾപ്പിക്കാൻ അക്ബർ ആവശ്യപ്പെട്ടു. എന്നാൽ താൻസൻ്റെ ആലാപനം ചക്രവർത്തിക്ക് പൂർണ്ണമായും പിടിച്ചില്ല. തൃപ്തി വരാതിരുന്ന അക്ബർ താൻസനോട് തന്നെ നേരിട്ട് അക്കാര്യം ബോധിപ്പിച്ചു. അത് കേട്ട താൻസൻ ചക്രവർത്തിക്ക് നൽകിയ മറുപടി വളരെ രസകരമായിരുന്നു. താൻസൻ പറഞ്ഞു, പ്രഭു, ഞാനിപ്പോൾ പാടിയത് രാജ്യത്തിൻ്റെ ചക്രവർത്തിക്ക് വേണ്ടിയായി. എങ്കിൽ എൻ്റെ ഗുരു പാടുന്നത് പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിക്ക് വേണ്ടിയാണ്. ഇതാണ് തുടക്കം. എന്നിട്ട് ഈ കഥയിലൂടെ തുടങ്ങുന്നത് സൂഫികൾ പാടിയതും പറഞ്ഞതും പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിക്ക് വേണ്ടിയാണ്. പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയെപ്പോലെ അത്ര തന്നെ നിഗൂഢമാണ് സൂഫികൾ പറഞ്ഞതും പാടിയതും. ദൈവാസ്തിക്യത്തിൻ്റെ അകംപൊരുളുകളിലേക്ക് പെട്ടി തുറക്കുകയായിരുന്നു സൂഫി. അപ്പോൾ ഇവിടെ ആദ്യമായി ഈ കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരായിരുന്നു അക്ബർ ചക്രവർത്തി നമുക്കെല്ലാം അറിയാമായിരിക്കും. ചില ആളുകൾക്ക് അറിയും, ചില ആളുകൾക്ക് അറിയില്ല. അക്ബർ ചക്രവർത്തി മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. അക്ബർ ചക്രവർത്തി 1542 ജനിച്ചു. 1605 അദ്ദേഹത്തിൻ്റെ മരണം. അക്ബർ ചക്രവർത്തി
ആദ്യകാലത്ത് ആ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇവിടെയെല്ലാം ഇടയിൽ സ്ഥലമുണ്ട്. വേണമെങ്കിൽ കസേരൊന്നും ഒഴിഞ്ഞിരിക്കണ്ട, വരികയാണെങ്കിൽ നല്ലത്. മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട അക്ബർ ചക്രവർത്തി ആദ്യകാലത്ത് വലിയ മതഭക്തനായി. ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ശരീഅത്തിനെയും വളരെയധികം ബഹുമാനിച്ചിരുന്നയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും സാലിഹികളെയും വളരെ കൂടുതൽ ആദരിക്കുകയും അവരിൽ വിശ്വാസം പുലർത്തുകയും ചെയ്തിരുന്ന ഒരാളായി. എത്രത്തോളം എന്നാൽ മഹാനായ അബുൽ ഹസൻ അലി നദ്വി എഴുതുകയുണ്ടായി, തജശ്ശമൽ മലിക്കു അനാ അസ്സഫരി മഷിയൻ അലൽ അഖ്ദാമി ഇലാ ജിന്നി ശുക്രൻ ലില്ലാഹി തആല അലാ വിലാദത്തി ബിനിഹി സഹി വറജ അലാ ദിഹ്ലി ഫി റുജൂഇ മിൻഹു വസാറ ഖുബൂറൽ ഔലിയാഇ വസ്സാലിഹീൻ. അക്ബർ ചക്രവർത്തിക്ക് സലീം എന്ന പേരിൽ ഒരു പുത്രൻ ജനിക്കുകയുണ്ടായി. സലീം എന്ന പുത്രൻ ജഹാംഗീർ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് സലീം. ആ സലീം എന്ന മകൻ ജനിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശുക്രായിക്കൊണ്ട് അദ്ദേഹം കാൽനടയായിക്കൊണ്ട് അജ്മീറിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് വരുന്ന വഴിയിൽ ഡൽഹിയിലേക്ക് തിരിക്കുകയും അവിടെയുള്ള ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്രത്തോളം ഔലിയാക്കളിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അക്ബർ ചക്രവർത്തി. മാത്രമല്ല അബുൽ ഹസൻ അലി നദ്വി തന്നെ എഴുതുന്നു, വകാന യസ്തഗിലു ബിസ്തിഗ്റാഖിൻ ഫീ ദിക്രി യാഹു യാ ഹാദി ഫീ മുസല്ല. അദ്ദേഹത്തിൻ്റെ മുസല്ലയിൽ അദ്ദേഹം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്റായിരുന്നു യാഹു എന്ന ദിക്റും യാ ഹാദി എന്ന ദിക്റും എന്ന് പറയും. മാത്രമല്ല വകാന യത്ലുബു കുല്ല ലൈലത്തിൽ ജുമുഅത്തി ഫീ മുസല്ലാഹു അൽ അശ്റാഫ വൽ മശായിഖ വൽ ഉലമാ വയുബാഹിസുഹും ഫിൽ മസായിരി വൽ അഹ്കാം. ഓരോ വെള്ളിയാഴ്ച രാവിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ മശായിഖുമാരെല്ലാം വരുത്തിക്കൊണ്ട് അവരോട് ദീനിയായ വിഷയങ്ങളിലും അഹ്കാമുകളിലും ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. അക്കാലത്തുള്ളൊരു പ്രശസ്ത വലിയും ഷെയ്ഖുമായി കണക്കാക്കിയിരുന്ന ഷെയ്ഖ് സലീമുൽ ചിശ്തിയുടെ അദ്ദേഹത്തെ വളരെ കൂടുതൽ ആദരിക്കുകയും അദ്ദേഹത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഖബറിന്മേലൊരു വലിയ കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. മാത്രമല്ല ഇക്കാരണത്താലാണ് അക്ബറിൻ്റെ കിരീടാവകാശിയായ അദ്ദേഹത്തിൻ്റെ ജനിച്ച കുട്ടിക്ക് ജഹാംഗീർ ചക്രവർത്തിക്ക് സലീം എന്ന് പേര് വെച്ചത് തന്നെ സലീമുൽ ചിശ്തിയോടുള്ള ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട്. ഇദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. മഹാനായ
അബുൽ ഹസൻ അലി നദ്വി എഴുതുന്നു, വലമ്മ ഖദിമ ഷാഹ് അബൂ തുറാബ് ഇലൽ ഹിന്ദി ബിഹജരിൻ അലൈഹി അസറു ഖദമി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ യഖൂലു വവസല ഖുർബ മദീനത്തി ആഗ്ര. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല് ഷാഹ് അബൂ തുറാബ് മക്കയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരം കിട്ടി. ആഗ്ര പട്ടണത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് വലിയ പണ്ഡിതന്മാർ, മശായഖന്മാർ, ഉമറാ, മന്ത്രിമാരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് 4 ഫർസഖ് ഏകദേശം 32 കിലോമീറ്റർ കാൽനടയായി നടന്നു ഷെയ്ഖ് അബൂ തുറാബിനെ സ്വീകരിക്കാൻ പോയി. ഇതാരെ ബഹുമാനിച്ച്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചു. അപ്പം ഇത്രത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചിരുന്ന ഒരു വലിയ ചക്രവർത്തിയായിരുന്നു അക്കാലത്ത് അക്ബർ ചക്രവർത്തി. മാത്രമല്ല, കാനൽ മലിക്കു അക്ബർ യബ്ദുലു ജുഹൂദൻ കബീറത്തൻ ഫീ തൻഫീദിൽ അഹ്കാമി ശർഇയ്യത്തി വതഅകീദി അലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കഴിവതും ശ്രമിച്ചിരുന്നു ശർഇയായ അഹ്കാമുകൾ നടപ്പിൽ വരുത്തുവാനും നല്ല കാര്യങ്ങൾ കൽപ്പിക്കാനും തിന്മ വിരോധിക്കുവാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവതും അദ്ദേഹം ശ്രമിച്ചിരുന്നു. മാത്രമല്ല, വകാന യുഅദ്ദിനു ബിനഫ്സിഹി, അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ സ്വന്തം അദ്ദേഹം തന്നെ ബാങ്ക് കൊടുത്തിരുന്നു. എത്ര വരെ അദ്ദേഹം സ്വന്തം പള്ളി സ്വന്തം കൈ കൊണ്ട് അടിച്ചു വാരുക കൂടി ചെയ്തു. ഇതെല്ലാം ഇഹ്തിസാബൻ വ തലബൻ ലിമർളാത്തില്ല, കൂലി ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു. അപ്പോൾ ഇത്രത്തോളം ഭക്തിയും ബഹുമാനവുമുള്ള ഒരു ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു പ്രധാന കാരണം ഇതേ സൂഫി സംഗീതം. വലിയ നേരത്തെ പറഞ്ഞാൽ താൻസൻ ആദ്യം തുടങ്ങിയ അക്ബർ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിലുള്ള ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം, മിയാൻ താൻസൻ. 1562 താൻസൻ വലിയ സംഗീതജ്ഞനാണ് എന്നുള്ള വിവരം ചക്രവർത്തിയുടെ ചെവിയിലുമെത്തി. അങ്ങനെ താൻസനെ ആസ്ഥാന കവിയായി നിശ്ചയിച്ചു. ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദ്രുപ്പദ് രചന എന്ന ദ്രുപ്പദ് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ കീർത്തന ഗാനത്തിനാണ് ദ്രുപ്പദ് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീർത്തന ഗാനങ്ങളിലെ ഇദ്ദേഹം മുസ്ലിമാണെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നെങ്കിലും ഹൈന്ദവാരാധനകളുടെ മൂർത്തികളായ പാർവതിമാരുടെയും രാധാകൃഷ്ണന്മാരുടെയും എല്ലാം പ്രകീർത്തനങ്ങളാണ് അധികവും പാടിയിരുന്നത്. അതോടൊപ്പം തന്നെ അക്ബർ ചക്രവർത്തിയുടെ മഹത്വങ്ങളെല്ലാം പാടിപ്പുകഴ്ത്തിയിരുന്നു. രാജാ രാമചന്ദ്രൻ്റെ മഹത്വങ്ങളെല്ലാം പാടിപ്പുകഴ്ത്തിയിരുന്നു. ചുരുക്കത്തിൽ ചില സൂഫി കവിതകളും കൂടി പാടിയിരുന്നു. വൃന്ദാവനത്തിലെ സംഗീത ആചാര്യനായിരുന്ന സ്വാമി ഹരിദാസൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അതാണ് നേരത്തെ പറഞ്ഞ താൻസം, മിയാൻ താൻസം സ്വാമി ഹരിദാസൻ്റെ അടുത്ത് പോയി കവിത കേട്ടു എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ. ഇങ്ങനെ ഇത്തരം ആളുകളുടെ കവിതകൾ കേട്ട് കേട്ട് താൻസനെ അവിടെ നിശ്ചയിച്ച അവസരത്തിൽ 38ഓളം സംഗീതജ്ഞർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതേ ചിന്താഗതിക്കാരുടെ
പാട്ടുകൾ കേട്ട് കേട്ട് നേരത്തെ പറഞ്ഞല്ല, ഗുരു അദ്ദേഹത്തിനെ പ്രപഞ്ച ചക്രവർത്തിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ല. അപ്പം അങ്ങനെ കൊണ്ടുപോയി എവിടെ എത്തിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റം വന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മതേതര ചിന്ത ഇദ്ദേഹത്തിൽ വളർത്തുവാൻ ഇത്തരം കവികളാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്നിട്ടെന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വ്യത്യസ്ത മതസ്ഥരായ ആളുകളെ, ഹിന്ദുക്കളിൽ തന്നെയുള്ള വ്യത്യസ്ത പാർട്ടികളെയും അതേപോലെ ഇംഗ്ലീഷുകാരായ ജൂത ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് മതവിഷയത്തിൽ ചർച്ച നടത്താൻ തുടങ്ങി. അതേപോലെ വ്യത്യസ്ത വിദ്യാർത്ഥികളായ മുബ്തദീകളായ ആളുകളെയും തെറ്റായ ചിന്താഗതിക്കാരായ ആളുകളെല്ലാം ചേർത്ത് എപ്പോഴും ചർച്ച നടത്തി അവരെല്ലാം ചക്രവർത്തിയുടെ മനസ്സിൽ ദീനിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് സ്വന്തമായി എഴുത്തും വായന അറിയില്ലായിരുന്നു. അക്ബർ ചക്രവർത്തി ഉമ്മിയായിരുന്നു, നിരക്ഷരനായിരുന്നു എന്ന് പറയും. അപ്പം കേട്ടതെല്ലാം കേൾക്കുന്ന അവസരത്തിൽ അതിൻ്റെ മറുഭാഗം നോക്കി മനസ്സിലാക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. അങ്ങനെ രാജാവിൻ്റെ മനസ്സിൽ, ചക്രവർത്തിയുടെ മനസ്സിൽ ദീനിനെക്കുറിച്ച് പല സംശയങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ ഫർദായ കാര്യങ്ങളെയും ഓരോ വിശ്വാസപരമായ കാര്യങ്ങളെയും അവർ പരിഹസിക്കാൻ തുടങ്ങി. നുബുവത്ത് എന്ന വിശ്വാസം, റിസാലത്ത് വിശ്വാസം, അള്ളാഹു സംസാരിക്കുക, അള്ളാഹിനെ കാണുക എന്നുള്ള വിശ്വാസം, പ്രപഞ്ച സൃഷ്ടി, അതേപോലെ പരലോക ജീവിതം മുതലായ കാര്യങ്ങളിലെല്ലാം അതിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പലതും പറഞ്ഞ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒരാൾ പറഞ്ഞു, ഒരു ഹിന്ദു തീവ്രവാദി പറഞ്ഞു, പശു അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുള്ള ഒരു ജീവി അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ സൂറത്ത് തന്നെ പശുവിനെ പറ്റിയാണ്, സൂറത്തുൽ ബഖറ. അപ്പോൾ സൂറത്തുൽ ബഖറ ആദ്യമായി ഖുർആനിൻ്റെ ആദ്യ ആയത്തായി തുടങ്ങാനുള്ള കാരണം തന്നെ പശു ഒരു മുഖദ്ദസത്തായ ജീവിയായതിൻ്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമസ്കാരം, നോമ്പ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇതൊക്കെ അന്ധമായ അനുകരണങ്ങളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയാൻ തുടങ്ങി. ഏതുവരെ കൊട്ടാരത്തിലെ പ്രഗത്ഭനായ ഒരു മുഫ്തി, മഖ്ദൂമുൽ മലിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുഫ്തി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല എന്ന് ഫത്വ കൊടുത്തു. കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മനിസ്തത്താ ഇലൈഹി സബീല എന്ന്, കടൽ മാർഗമായിരിക്കണം ഹജ്ജിന് പോകേണ്ടത്. അപ്പോൾ യാത്ര സുഖകരമല്ലാത്തതിൻ്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്ന് വരെ ഫത്വ കൊടുത്തു. ഇങ്ങനെ ഇതെല്ലാം കേട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്ഥിതി മാറി. വ്യത്യസ്ത വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെല്ലാം യോജിപ്പിക്കാൻ ഒരുങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു സ്വതന്ത്രനായി, നിരക്ഷരനായ ഒരാളാണെങ്കിലും ആദ്യം മുജ്തഹിദ് മുത്തലക്കായി മാറി എന്ന് പറയും. പിന്നീട് അദ്ദേഹം മുജ്തഹിദ് മുത്തലക്കിൻ്റെ പരിധിയിൽ നിന്ന് വരെ ഉയർന്ന് സ്വന്തമായി തന്നെ ഒരു മതമുണ്ടാക്കണം എന്ന് തോന്നി. അദ്ദേഹം ഉണ്ടാക്കിയ മതമാണ് ദീന ഇലാഹി അക്ബരി എന്ന പേരിൽ സ്വന്തമായി ഒരു മതമുണ്ട്. എന്നിട്ട് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തിരുന്നു? നേരത്തെ പറഞ്ഞ അത്ര വലിയ മതഭക്തനായ അക്ബർ ചക്രവർത്തി സൂര്യൻ ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങൾക്ക് ആരാധിച്ചിരുന്നു,
പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. പുനർജന്മം എന്ന് പറഞ്ഞാൽ മരിച്ചതിൻ്റെ ശേഷം മനുഷ്യൻ്റെ ആത്മാവ് വീണ്ടും ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ കൂടെ പ്രസവിച്ച് പിന്നെയും വരും. ഇങ്ങനെ മരിച്ചാലും പിന്നെയും മറ്റൊരാളുടെ ദേഹത്തിലായി വരിക എന്നുള്ള ജൈനമതക്കാരുടെയും ബുദ്ധമതക്കാരുടെയും വിശ്വാസമാണ്. പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. ഗംഗാനദിയുടെ വെള്ളമായിരുന്നു പിന്നീട് അക്ബർ ചക്രവർത്തി എപ്പോഴും കുടിച്ചിരുന്നത്. അതിനു വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ ഗംഗാനദിയിലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പാത്രത്തിലാക്കി സീരി വെച്ച് കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അക്ബർ ചക്രവർത്തിക്ക് ചെന്ന് സുജൂദ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നല്ല അല്ലാഹു അക്ബർ എന്നായിരുന്നു അഭിവാദ്യം ചെയ്തത്. ഇസ്ലാമിൻ്റെ അസ്സലാമു അലൈക്കും മാറ്റിക്കൊണ്ട് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ പറഞ്ഞാൽ അള്ളാഹ് മഹാനാണ് എന്നല്ല, അല്ലാഹു ആണ് അക്ബർ. ഈ ഒരു പരിധിയിലേക്ക് എത്തി. ഹിന്ദുക്കളുടെ ആചാരമായ വിഷു, ദീപാവലി അതേപോലുള്ള ആചാരങ്ങളെല്ലാം വളരെ വലുതായിക്കൊണ്ട് അതാഘോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പുതിയ മതം ദീന അക്ബർ ഇലാഹിയിൽ, ദീന ഇലാഹി അക്ബരിയിലുള്ള അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ സകാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് വാസം. സകാത്ത് നിർബന്ധമില്ല. കള്ള എല്ലാവർക്കും കുടിക്കാം. വേശ്യകൾക്കെല്ലാം ഉയർന്ന സ്ഥാനം നൽകി. പൊട്ട് തൊടാൻ തുടങ്ങി. മൊയ്ജിസാത്തുകളെല്ലാം നിഷേധിക്കാൻ തുടങ്ങി. ചേലാകർമ്മം ചെയ്യുന്നതെല്ലാം നിഷേധിച്ചു. അതേപോലെ ഇസ്ലാമിൻ്റെ ഏതെല്ലാം ചിഹ്നങ്ങളുണ്ടോ അതിനെല്ലാം പരിഹസിച്ചു തള്ളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ, മിഅ്റാജ് ഇതെല്ലാം ഖുറാഫാത്താണ് എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചു കളിയാക്കി. കൊട്ടാരത്തിൽ പിന്നീട് നിസ്കാരം നടക്കാറില്ല. മുമ്പ് നിസ്കാരത്തിൽ യാഹുവും യാഹാദിയും പതിവാക്കി ചെയ്യുന്ന ഇത്ര വലിയ സൂഫി പിന്നീട് അവസാനം കൊട്ടാരത്തിൽ പരസ്യമായി നിസ്കരിക്കാനുള്ള അനുവാദം വരെ ആർക്കും കൊടുത്തിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞ കല്ല് അത് സ്വീകരിക്കാൻ വേണ്ടി 32ഓളം കിലോമീറ്റർ കാൽനടയായി നടന്ന അതേ ചക്രവർത്തി നബിയുടെ പേര് കേൾക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന് വെറുപ്പ് വന്നിരുന്നു എന്ന് പറഞ്ഞു. മുഹമ്മദ്, അഹമ്മദ്, മുസ്തഫ മുതലായ പേരുകൾ അദ്ദേഹം മാറ്റിയിരുന്നു. അങ്ങനെ പേരുള്ള ആളുകൾ അത്രത്തോളം വെറുപ്പ് വന്നു. അതേപോലെ ഇസ്ലാമിൻ്റെ മുഴുവൻ അർക്കാനുകൾ അതെല്ലാം പരിഹസിച്ച് പുച്ഛിച്ച് തള്ളി. ഈ ഒരവസ്ഥയിലേക്ക് ഇതാണ് മതേതര ചിന്ത. അതേപോലെ ഇതേപോലുള്ള സൂഫി സംഗീതങ്ങൾ അക്ബർ ചക്രവർത്തിയെ കൊണ്ടുചെന്നെത്തിച്ചു. ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിത്തീരും ഇതേപോലുള്ള സൂഫി സംഗീതങ്ങളിലേക്ക്. അതിന് കാരണം ഇവർ പാടുന്നത് ആരുടെ പാട്ടാണ് പാടുന്നത്? സൂഫി സംഗീതം ഭേദചിന്തകൾക്കതീതമായ ദിവ്യ പ്രണയമാണെന്ന് ഇവർ പറയും. എന്ന് പറഞ്ഞ് നാരായണ ഗുരുവിൻ്റെയും നിത്യ ചൈതന്യ യതിയുടെയും ശീലുകളും ക്രിസ്തുബുദ്ധ വചനങ്ങളും കബീർദാസിൻ്റെ ദോഹകളുമൊക്കെ ഒരുപോലെ എത്തുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ സൂഫി സംഗീതത്തിലുള്ള സംഗീതങ്ങളിൽ പ്രധാനപ്പെട്ട സംഗീതങ്ങൾ സൂഫികളുടേതാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ശ്രീനാരായണ ഗുരു വലിയ സൂഫിയാണ്. കബീർദാസ് വലിയ സൂഫിയാണ് പോയി. ആരാണ് കബീർദാസ്? അതുകൂടി ചെറുതായിട്ടൊന്ന് വിവരിക്കും. കബീർദാസ് ഇയാളെ കുറേ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞ അക്ബർ ചക്രവർത്തിയുടെയും മുമ്പായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. 100 കൊല്ലം മുമ്പ് 1440 ജനിച്ച് 1518 മരിച്ചു എന്നാണ് നിഗമനം. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം കബീർദാസിനെ പറ്റി പറയുന്നു.
ഒരു കുളക്കടവ്, ഒരു കുളം, കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന കടവിൽ ആളില്ലാത്ത ഒരു കുട്ടിയെ കിട്ടി. അപ്പം ആ വഴിക്ക് വന്ന ഒരു മുസ്ലിം നെയ്ത്തുകാരനായ നീരു എന്ന ആളും ആ നീരുവിൻ്റെ ഭർത്താവായ നീമയും ഒരു മുസ്ലിമാണ് പോയി. ഈ കുട്ടിയെ കണ്ടെത്തി അവർ വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളെ പോലെ വളർത്തി. അങ്ങനെ ഹിന്ദുവായി ജനിച്ച് രണ്ട് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നു കബീർ ദാസ് എന്നൊക്കെ പറയും. ഇയാളാണ് കബീർ ദാസ് എന്ന പേരിൽ സുപ്രസിദ്ധനായി തീർന്നത്. ഇദ്ദേഹത്തിന് എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നു, എഴുത്തും വായനയൊന്നും അഭ്യസിച്ചിരുന്നില്ല. നെയ്ത്ത് ജോലി ചെയ്ത് ഉപജീവന മാർഗം നേടി. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത വീണ മീട്ടിക്കൊണ്ട് വളരെ നല്ല മധുരമായ ശബ്ദത്തിൽ മധുര ഗീതങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തി രാജ്യത്തിൻ്റെ പല ഭാഗത്തും വീണ മീട്ടിക്കൊണ്ട് ഗീതം പാടിക്കൊണ്ട് നടന്നു. അത് കാരണത്താൽ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഇയാളുടെ ശിഷ്യത്വം സ്വീകരിച്ചു പല ആളുകൾ. അങ്ങനെ കബീർ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെല്ലാം ഈ ഗീതങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുണ്ടായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി, എനിക്കൊരു ഗുരു ഇല്ലല്ലോ, കാരണം അക്ഷരമൊന്നും മുമ്പ് പഠിച്ചിട്ടില്ല, അപ്പം എനിക്കൊരു ഗുരു വേണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചത് സ്വാമി രാമാനന്ദനെ അദ്ദേഹം ഒരു ഗുരുവാക്കി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇതാണ് കബീർ ദാസ്. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, ഇദ്ദേഹം സൂഫിയാണോ അല്ലേ, സൂഫി സംഗീതത്തിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്, ഇദ്ദേഹം സൂഫിയോ അല്ലേ എന്നറിയാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ പറയും. ഞാൻ ഹിന്ദുവുമല്ല മുസ്ലിമും അല്ല, ഇത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഹിന്ദു അല്ല ഞാൻ, മുസ്ലിമും അല്ല. ഇപ്പം ഹിന്ദുവും മുസ്ലിമും അല്ലാത്ത ഒരാളാണ് സൂഫി. ഇദ്ദേഹത്തിൻ്റെ സംഗീതങ്ങളാണ് നമ്മുടെ സൂഫി സംഗീതങ്ങളിൽ പാടുന്നത്. മാത്രമല്ല അതിനേക്കാൾ വലിയ ഷിർക്കിൻ്റെ കൂമ്പാരം, ഈശ്വരനും അള്ളാഹുവും രാമനും റഹീമും ഹരിയും ഗോവിന്ദനും മാധവനും എല്ലാം ഒന്നിൻ്റെ പേര് തന്നെയാണ്. അപ്പം അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറഞ്ഞാലും രാമൻ എന്ന് പറഞ്ഞാലും റഹീം എന്ന് പറഞ്ഞാലും ഹരി എന്ന് പറഞ്ഞാലും ഗോവിന്ദൻ എന്ന് പറഞ്ഞാലും മാധവൻ എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറയുന്നതിന് തുല്യം. എല്ലാം ഈശ്വര സത്തയ്ക്ക് നൽകുന്ന പേരാണ് എന്നിദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അള്ളാ എന്ന് പറയാറില്ല, രാമ എന്ന്. ഇതൊക്കെ അള്ളാഹിൻ്റെ പേര് തന്നെ ആണെങ്കിൽ എന്നാൽ അള്ളാഹ് എന്ന് പറയണ്ടേ, അള്ളാഹ് എന്ന് പറയാറില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പേര് രാമ എന്നായിരുന്നു. രാമനെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ചിലപ്പോൾ ഹരി എന്ന് വിളിക്കും, ചിലപ്പോൾ ഓം എന്ന് വിളിക്കും. മുമ്പ് ഓം നമ ശിവായെ പറ്റി വലിയ പ്രശ്നമെല്ലാം ഉണ്ടായല്ല. അപ്പോൾ ഇതൊക്കെ അള്ളാഹിൻ്റെ പേരായിക്കൊണ്ടാണ് കബീർ ദാസ് പഠിപ്പിച്ചത്. ബിംബാരാധനയെ ഇദ്ദേഹം വളരെ കൂടുതൽ എതിർത്തിരുന്നു. ബിംബാരാധനയുടെ അത് നിരർത്ഥകമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം പാടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ട്. അദ്ദേഹം ചൊല്ലിയിരുന്ന പാട്ടുകളെല്ലാം ഹിന്ദിയിലായിരുന്നു. അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പല ആളുകളുണ്ട്. പൂജിക്കും ശില ഈശ്വരനെങ്കിൽ ശൈലത്തെ പൂജിക്കും ഞാൻ, അതിനും ഭേദം തിരികല്ലത്രേ പൊടിച്ചു ഭക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ
കല്ല് പൂജിച്ചിട്ട് ഈശ്വരനെ ലഭിക്കുമെങ്കിൽ ഞാൻ മലയെ പൂജിക്കും. കാരണം വലിയ കല്ലാണല്ലോ മല. എന്നാൽ അതിനും നല്ലത് ആട്ടുകല്ല്, അത് പൂജിക്കലാണ്. കാരണം അതുകൊണ്ട് ഭക്ഷണമെങ്കിലും പൊടിക്കാൻ കഴിയുമല്ലോ. ഇദ്ദേഹത്തിൻ്റെ പാട്ട്. കല്ലുകൂപ്പി കിട്ടും ഈശനെന്നാൽ കൂപ്പുക പർവ്വതം, അരകല്ലതിലും ഭേദം അത് നൽകുന്നു ഭക്ഷണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അതേപോലെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ തസ്ബീഹ് മറിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജപമാലയുമായി നാമജാപം നടത്തുന്നത് കൊണ്ട് മാത്രം ആന്തരികമായി യാതൊരു പരിവർത്തനവും ഉണ്ടാകില്ല. അത് കേവലം ഒരു ബാഹ്യ പ്രകടനമായി തീർന്നിരിക്കുകയാണെന്ന്, ഹൃദയപരിവർത്തനമാണ് ആവശ്യമെന്നും കബീർ പാടിയിരുന്നു. ജപമണി എണ്ണി എണ്ണി യുഗങ്ങൾ കടന്നു മനസ്സിൻ മണികൾ, ജപമണി എണ്ണി എണ്ണി യുഗങ്ങൾ കടന്നു മനസ്സിൻ മണികൾ തിരിഞ്ഞില്ല, ജപമണി ദൂരത്തിട്ടു കളഞ്ഞ് മനസ്സിൻ മണികൾ തിരിച്ചോളൂ. അതേപോലെ ഈശ്വരഭക്തൻ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശ്രേഷ്ഠൻ തന്നെയാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ വാദം. ഈശ്വരഭക്തനായാൽ മതി, മതം നോക്കേണ്ടതില്ല എന്ന്. അതിന് അദ്ദേഹം ഉദാഹരണം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ജാതിന പൂച്ചോ സാധുക്കി പൂച്ചിലീജിയെ ഞാൻ മോൽ കറോത്തൽ വാർക്ക പടാറഹൻ തോമിയാൻ. ഒരു ജ്ഞാനിയുടെ ജാതി മതം ചോദിക്കേണ്ടതില്ല, അറിവുണ്ടോ ജ്ഞാനമുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നു, ഒരാൾ വാള് വിലക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വാളിൻ്റെ ഉറ നോക്കുകയില്ല. ഉറ നല്ല ഉറയാണോ ഭംഗിയുള്ള ഉറയാണെന്ന് നോക്കുകയില്ല, വാളിന് മൂർച്ചയുണ്ടോ എന്നേ നോക്കൂ. ഇതേപോലെ ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അവൻ്റെ ജാതിയും മതവും നോക്കേണ്ടതില്ല, അവന് ജ്ഞാനമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഇത്തരം സൂഫികളുടെ പരിപാടികളാണല്ലോ, അവർ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ സംഗീതങ്ങളിലെല്ലാം കേൾക്കപ്പെടുന്നത്. അതേപോലെ മുസ്ലിങ്ങളുടെ ഖിത്താൻ ചേലാകർമ്മം അത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. മുമ്പ് അക്ബർ ചക്രവർത്തി അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഖിത്താൻ ചെയ്യൽ തെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതേപോലെ ഹജ്ജിന് പോവേണ്ടതില്ല, മുമ്പ് പറഞ്ഞല്ല, നേരത്തെ ഹജ്ജിന് മുഫ്തി ഫത്വ കൊടുത്തു അക്ബർ ചക്രവർത്തി. അതേപോലെ കബീറും ഫത്വ കൊടുത്തിരുന്നു, ഹജ്ജിന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ദൈവം നിങ്ങളിൽ തന്നെയുണ്ട്, മക്കയിലേക്ക് തീർത്ഥാടനം കൊണ്ട് എന്തൊരു പ്രയോജനമാണ്. ഇത് കബീറിൻ്റെ ചില തെറ്റായ വാദങ്ങളാണ്. അദ്ദേഹം ഹിന്ദുവല്ല, മുസ്ലിമല്ല. അദ്ദേഹത്തിനെ ശൈഖാക്കി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ചതെന്ത്, ഇതേപോലെ ഒരുപാട് വ്യത്യസ്ത ഭക്തിയുടെ ഗാനങ്ങളെല്ലാം പാടിക്കൊണ്ട് ആളുകളെ ആകർഷിപ്പിച്ച് ഇത് വലിയ ശൈഖാണ് എന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തെ ചെന്ന് തുടർന്ന ആളുകളുണ്ട്. ഇതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തും അതിൻ്റെ ചില അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. നിസ്കാരമില്ല, നോമ്പില്ല, അതേപോലുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത ഇതേ കബീറിനെ പിന്തുടർന്നവരാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ആളുകളുണ്ട്. എന്നിട്ട് അവരെല്ലാം ഇന്ന് അവിടെ എത്തിച്ചേർന്നു. കബീർ തന്നെ ഒരിക്കൽ പാടി, ഗുരു അന്ധതയുള്ളവനാണെങ്കിൽ ശിഷ്യൻ മഹാന്തനായി. ഗുരു അന്ധനാണെങ്കിൽ അന്ധനൻ്റെ ശിഷ്യൻ ഏറ്റവും വലിയ അന്ധനായി. ഒരന്ധൻ അന്ധനെ വഴി കാണിച്ചാൽ കിണറ്റിൽ വീഴും രണ്ടാളും. ഇതേപോലെ അദ്ദേഹം തന്നെ പാടിയതുപോലെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ മുഴുവനും അദ്ദേഹം കിണറ്റിൽ വീഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മതത്തിനും ഏകമതം എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് കബീർ. മറ്റൊന്ന്
ശ്രീ ശങ്കരാചാര്യർ, അതുപോലെ ശ്രീനാരായണ ഗുരു, ഇവരെല്ലാം അദ്വൈത ദർശനക്കാരാണ്. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചിരുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇതായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇതാണല്ലോ മതേതര പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവം. ഇത് കേട്ടാൽ തോന്നും ഇവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ചു. ഒരു ദൈവം എന്ന് പറയുമ്പോൾ തോന്നിപ്പോകും ഇവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളാണ്. എന്നാൽ ഈ ഒരു ദൈവം എന്ന് പറയുന്നത് മുസ്ലിങ്ങളും സൂഫികളും വിശ്വസിക്കുന്ന അള്ളാഹു അല്ല ഇവരുടെ ദൈവം. ഇവരുടെ ദൈവം പരബ്രഹ്മമാണ്, ബ്രഹ്മമാണ് ഇവരുടെ ദൈവം, അള്ളാഹു അല്ല. അപ്പം അതിൻ്റെ പേരിൽ ആരാണ് സൂഫികൾ എന്ന് ചെറുതായി വിവരിക്കാം. സൂഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ് സൂഫികൾ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലഖദ് അലിംതു യഖീനൻ അന്ന സൂഫിയത്ത ഹുമുസ്സാരികൂന ലിതരീഖില്ലാഹി ഖാസ്സത്തൻ വ അന്ന സീറത്തഹും അഹ്സനു സീറത്തി വ തരീഖത്തഹും അസ്വബുത്തുറുക്കി വ അഖ്ലാഖഹും അസ്കൽ അഖ്ലാഖ്. അള്ളാഹുവിൻ്റെ സൂഫികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക മാർഗത്തിൽ പ്രവേശിക്കുന്നവരും അവരുടെ ചര്യകൾ ഏറ്റവും ഉത്തമമായ ചര്യയാണ്, അവരുടെ മാർഗമാണ് ഏറ്റവും ശരിയായ മാർഗം, അവരുടെ സ്വഭാവമാണ് ഏറ്റവും പരിശുദ്ധമായ സ്വഭാവം. ഇങ്ങനെയുള്ളവരാണ്. അതിന് ഇമാം ഗസാലി ഉദാഹരണം പറഞ്ഞു. സാധാരണ നിസ്കാരത്തിന് ആദ്യമായി വേണ്ടത് തഹാറത്താണ്. എന്നിട്ട് ശുദ്ധിയെല്ലാം കഴിഞ്ഞ് ഒതുവും കുടിയെല്ലാം കഴിഞ്ഞ് ശുദ്ധിയായതിൻ്റെ ശേഷം പിന്നെ ചെയ്യുന്നത് തക്ബീറത്തുൽ ഇഹ്റാം. അതേപോലെ സൂഫികൾ സൂഫിയാവാൻ ആദ്യമായുള്ള നിബന്ധന പൂർണ്ണമായും അള്ളാഹു അല്ലാത്ത ഏതെല്ലാം ഉണ്ടോ അവകളിൽ നിന്നെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കൽ. തത്ഹീറുൽ ഖൽബി ബിൽ കുല്ലിയത്തി അമ്മാ സിവല്ലാഹി തആല. അള്ളാഹു അല്ലാത്ത മറ്റേതെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക. ഇതാണ് ആദ്യമായി സൂഫി ചെയ്യുന്നത്. നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ആദ്യമായി തഹാറത്ത് വേണ്ടതുപോലെ സൂഫിസത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് അള്ളാഹു അല്ലാത്ത മറ്റെല്ലാറ്റിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കാൻ. എന്നിട്ട് നിസ്കാരത്തിൽ ആദ്യമായി ചെയ്യുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ആയതുപോലെ സൂഫിയുടെ ആദ്യമായി വേണ്ടത് സൂഫിസത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തത് മിഫ്താഹുസ്സലാത്തി അത്തക്ബീറു വ തഹരീമുഹത് മിഫ്താഹുസ്സലാത്തി അത്തുഹൂറു വ തഹരീമുഹത് തക്ബീർ എന്ന് പറഞ്ഞതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സ്ഥാനത്ത് സൂഫി ചെയ്യേണ്ടത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ദിക്റിൽ സദാ ഹൃദയത്തെ ചെലവഴിക്കുക, മുഴുക്കുക. ഇതാണ് സൂഫി ചെയ്യും. ഇസ്തിഗ്റാഖുൽ ഖൽബി ബിൽ കുല്ലിയത്തി ബിദിക്രില്ല. ഒന്നാമത്തത് തഹാറത്തിൻ്റെ സ്ഥാനത്ത് വേണ്ടത് തത്ഹീറുൽ ഖൽബി ബിൽ കുല്ലിയത്തി അമ്മാ സിവ. രണ്ടാമത് വേണ്ടത് ഇസ്തിഗ്റാഖുൽ ഖൽബി ബിൽ കുല്ലിയത്തി ബിദിക്രില്ല. മൂന്നാമത് വേണ്ടത് അൽ ഫനാഉ ബിൽ കുല്ലിയത്തി ഫില്ല. അൽ ഫനാഉ ഫില്ലയുടെ മർത്തബ ഏറ്റവും ഉയർന്ന മർത്തബയിലേക്ക് എത്തിച്ചേരുക. ഇതാണ് സൂഫി. ഇമാം ഗസാലിയുടെ ദൃഷ്ടിയിൽ അൽ മുൻഖിദു മിനൽ ളലാലിൽ ഇമാം ഗസാലി പറഞ്ഞതാണ്. അതേപോലെ മറ്റു ചില ആളുകൾ സൂഫി ആരാണ് എന്നതിൽ അതിൻ്റെ നിർവചനത്തിൽ ഒരു 2000-ഓളം നിർവചനങ്ങൾ സൂഫിക്കുണ്ട്. അതിൽപ്പെട്ട ഒരു വിശദീകരണമാണ് ജനങ്ങളിൽ അസ്ഹാബുൽ യമീനുമുണ്ട്, മുഖറബീങ്ങളുമുണ്ട്. അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ
മൻ സഹ ഈമാനുഹു വഅമില ബിമാ ഉമിറ ബിഹി ശറഅൻ ഫഹുവ മിൻ അസ്ഹാബിൽ ജന്നah. ഒരാൾ ശരിയായി അള്ളാഹുവിലും മറ്റു വിശ്വസിക്കേണ്ട കാര്യത്തിൽ വിശ്വസിച്ച് കൽപ്പിക്കപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്ക് അസ്ഹാബുൽ യമീൻ എന്ന് പറയും. എന്നാൽ അതിൻ്റെ ഉയർന്ന പദവിയാണ് മൻ ഖല്ലത്ത് വഫലാത്തുഹു വതവാലത്ത് മിൻഹു നവാഫിലുഹു വതആത്തുഹു വതവാല അലാ ഖൽബിഹി ദിക്റുഹു വദഅവാത്തുഹു ഫഹുവൽ മുഖറബു വൽ മുഹ്സിനു വയഅബ്ബറു അൻഹു ബിസ്സൂഫി. വഫലത്ത് കുറഞ്ഞ ആൾ, അശ്രദ്ധ കുറഞ്ഞവർ, സുന്നത്തായ ഇബാദത്ത് താഅത്തുകൾ വളരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, സദാ അള്ളാഹുവിന് ദിക്റ് ദുആയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആൾ, അവനാണ് മുഖറബ് എന്ന പേരിലും മുഹ്സിൻ എന്ന പേരിലും സൂഫി എന്ന പേരിലും അറിയപ്പെടുന്നു. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 3 കാര്യം ചോദിച്ചല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അൽ ഇഹ്സാനു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണും. ഈ ഒരു ചിന്താഗതിയിൽ ഇതാണ് ഇഹ്സാനിൻ്റെ പദവി. ആ നിലയ്ക്ക് മുഹ്സിൻ എന്ന് പറയുന്നവരും മുഖറബ് എന്ന് പറയുന്നവരും സൂഫി എന്ന് പറയുന്നവരും എല്ലാം ഒന്നാണ്. ഇവരാണ് സൂഫി. ദുന്നൂനിൽ മിസ്രി പറയുന്നു, ഹും ഖൗമുൻ ആസറുല്ലാഹ അസ്സ വജല്ല അലാ കുല്ലി ഷൈ ഫആസറഹുമുല്ലാഹു അസ്സ വജല്ല അലാ കുല്ലി ഷൈ. സൂഫി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരഞ്ഞെടുക്കുകയും അള്ളാഹു തആലക്ക് മുൻഗണന കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു തആല അവരെയും മറ്റെല്ലാറ്റിനേക്കാളും തിരഞ്ഞെടുത്ത ഒരവസ്ഥയുണ്ടായിത്തീർന്നു. ഇവരാണ് യഥാർത്ഥ സൂഫി. ഇതാണ് യഥാർത്ഥ സൂഫികൾ. ഈ സൂഫികളാണോ ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യർ, കബീർ ദാസ്, ഇവരൊക്കെ ആണോ സൂഫികൾ? സൂഫി എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് സൂഫി. ഇപ്പോൾ സൂഫി സംഗീതക്കാർ പാടുന്ന പാട്ടുകൾ ഇത്തരം നേരത്തെ പറഞ്ഞ മുശ്രിക്കുകളുടെ പാട്ടുകൾ. യഥാർത്ഥ സൂഫികളൊക്കെ ഒന്നും ഇല്ലാതെയായി എന്ന് മഹാനായ ഇമാം അബ്ദുൽ കരീം അൽ ഖുശൈരി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞു. അമ്മൽ ഖിയാമു ഫഇന്നഹാ കഖിയാമിഹിം വഅറാ നിസാഅൽ ഹയ്യ ഗൈറ നിസാഇഹാ എന്ന് പറഞ്ഞു. അത്തരം യഥാർത്ഥ സൂഫികളെല്ലാം ഇന്ന് നാമാവശേഷമായി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കാണുക എന്ന് മാത്രം. അതിനുദാഹരണം പറഞ്ഞു, തമ്പുകൾ, മുമ്പ് താമസിച്ചിരുന്ന തമ്പുകൾ കണ്ടാൽ പഴയ തമ്പ്, വലിയ വലിയ ആളുകൾ താമസിച്ചിരുന്ന തമ്പുകളിൽ തമ്പുണ്ട്. പക്ഷേ അവിടെയുള്ള പെണ്ണുങ്ങളൊന്നും അതേപോലുള്ള പെണ്ണുങ്ങളെല്ലാം മാറി എന്ന് പറഞ്ഞതുപോലെ ആ മഹാന്മാരായ സൂഫികളെല്ലാം താമസിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് അവരില്ല. അവരുടെ സ്ഥാനത്ത് അല്ലാമ ഇഖ്ബാൽ ഒരവസരത്തിൽ പാടുകയുണ്ടായി, ദാഗൂങ്കി തസറുഫ് മേ ഉഖാബൂങ്ക നശീമൻ എന്ന് ഉദാഹരണം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉഖാബ് സയ്യിദു തുയൂർ, പക്ഷികളുടെ നേതാവായി കണക്കാക്കുന്ന ഒരു പക്ഷിയാണ് ഉഖാബ്. ആ വലിയ പക്ഷി, വേട്ടപ്പക്ഷിയായ ഉഖാബിൻ്റെ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ ഇന്ന് താമസിക്കുന്നത് കാക്കകൾ. കാക്കകൾ സാഹൂങ്ക തസറുഫ്മെ ഉഖാബൂങ്ക നശീമ. അപ്പോൾ മറ്റവസരത്തിൽ പറഞ്ഞു, കുംബി ഇതിനില്ലാഹി ഖാൻഖാഹുമേ മുജാവിർ റഹ്ഗയാ ഗോർകുൻ എന്ന് പറഞ്ഞു. മുൻകാലത്തുള്ള വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒരു മയ്യിത്തിനോട് കുംബീതിനില്ല എന്ന് പറയുമ്പോൾ മരിച്ച മയ്യിത്ത് എഴുന്നേറ്റിരുന്നു. അങ്ങനത്തെ കറാമത്തുള്ള ആളുകളെല്ലാം ഉണ്ടായി. അവരൊക്കെ ഒന്ന് പോയി. ഇന്ന് അങ്ങനത്തെ ഒരു ഒരിജിനെ കാണാൻ, കറാമത്തുള്ള ഒരിജിനെ കാണാൻ നോക്കുകയാണെങ്കിൽ കാണുന്നില്ല. പിന്നെ അവരുടെ പഴയ ആശ്രമങ്ങളും സൂഫി മഠങ്ങളെല്ലാം ഉണ്ട്. അവർ ദിക്റ് ചൊല്ലിരുന്നയും മുരീദുകൾ തെർബീത്ത് ചെയ്തിരുന്നയും സ്ഥാനങ്ങളുണ്ട്. അവിടെ ഇന്നുള്ളത്
ഒന്നുകിൽ മുജാവിർ. മുജാവിർ എന്ന് പറഞ്ഞാൽ ഉറുദുക്കാർ പറയല് ദർഗകളിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരും നേർച്ച എല്ലാം സ്വീകരിച്ച് നടക്കുന്ന ആൾക്കാർ, അവരെന്ന് അവിടെ ഉണ്ട്. അല്ലെങ്കിൽ കവറ് കുഴിക്കുന്ന കവറ് മാന്തിക, ഇവർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. യഥാർത്ഥ സൂഫികളും ആ ഒരു പദവിയിലെത്തിയ ആളുകളില്ല എന്ന് പറഞ്ഞ് അമൽ ഖിയാമു ഫഇന്നഹാ കഖിയാമിഹിം വഅറാ നിസാഅൽ ഹയ്യി വൈറ നിസായിഹാ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക്. ഇനി സമയം കൂടുതലായി. സൂഫി സംഗീതക്കാർ പാടുന്ന അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞ നമ്മുടെ സുപ്രഭാതം പത്രത്തിൽ വന്ന എന്തിനു വേണ്ടിയാണ് അവർ പാടുന്നത് അതുകൂടി ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സൂഫി സംഗീതക്കാർ പാടുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൂഫി സംഗീതക്കാർ ഇതാലപിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധവും പ്രപഞ്ച സ്നേഹവുമാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാന വിഷയം ഇതാണ്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. ചുരുക്കി പറയും, എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്? ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ജീവികളിലുള്ള ആത്മാവ് എന്നർത്ഥമാണ്. നമ്മൾ ഓരോരുത്തരിലും ആത്മാവുണ്ടല്ലോ, റൂഹ്, അതിൻ്റെ ജീവാത്മാവ് എന്ന്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏകനായ ഈശ്വരനെ പറ്റിയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്വൈതവാദികൾ വാദിക്കുന്നത് പരമാത്മാവും ഏകാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആത്മാവ് തന്നെയാണ് ഈശ്വരനുമാവും. അപ്പം ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഇതറിയുന്ന ഒരു പദവിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ് എന്നറിയുന്ന ഒരു പദവിയിലേക്ക് എത്തിച്ചേരും. അതിനവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു എന്നാണ്. അത് നീയാകുന്നു പറഞ്ഞാൽ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നീ ഈശ്വരൻ തന്നെയാണ് എന്ന അർത്ഥത്തിനാണ് തത്വമസി എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയും, ഞാൻ ബ്രഹ്മമാകുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ല, അദ്വൈതവാദികൾ അല്ല, അവരുടെ ഈശ്വരൻ ബ്രഹ്മമാണ്. അപ്പം ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള വിശ്വാസം. ഇത് ആദ്യത്തിൽ അറിയാൻ കഴിയില്ല, കുറച്ച് കഴിയുമ്പോഴേ പ്രത്യക്ഷത്തിൽ പ്രപഞ്ചവും ഈശ്വരനെല്ലാം രണ്ടാണെന്ന് തോന്നുകയാണെങ്കിലും, ഒരാൾ അതിന് ഉദാഹരണം പറയുന്നു. നടക്കുന്ന വഴിയിൽ ഒരു കയറ്, ഒരു മങ്ങിയ വെളിച്ചത്തിലൊരു കയറ് കണ്ടു. കയറ് കണ്ടപ്പോൾ പേടിച്ച് ഓടിയത് പാമ്പാണ് എൻ്റെ കയ്യിൽ. എന്നിട്ട് വെളിച്ചം വന്നപ്പോൾ നോക്കിയപ്പോൾ അത് പാമ്പല്ല, കയറായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. ഇതിന് രജ്ജു സർപ്പം എന്ന് പറയും. രജ്ജു പറഞ്ഞ കയർ. ഇപ്പം രജ്ജു സർപ്പമാണെന്ന് തോന്നുന്നത് പോലെ ആദ്യം ഏത് ഒരാൾക്ക് തോന്നും, ദൈവം വേറെയാണ്, ഞാൻ വേറെയാണ്. ഇത് അജ്ഞത കൊണ്ടാണ്, വിവരമില്ലായി കൊണ്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിവരമെല്ലാം വരുമ്പോൾ തോന്നും ഞാനും ഈശ്വരനെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് തോന്നും. ഇതാണ് അദ്വൈത വിശ്വാസത്തിൻ്റെ ആകത്തുക. അപ്പം ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഇവർ പാടുന്നതെന്ത്, ഞാൻ ദൈവം തന്നെയാണ് എന്ന പദവിയിലേക്ക് കൊണ്ടുപോവുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കും. അപ്പം ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അപ്പം നമ്മുടെ സൂഫി സംഗീതക്കാർ നമ്മെ കൊണ്ടുപോകുന്നത് ശിർക്കിലേക്കാണ്, ഈ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് എന്താണ് അത് വായിച്ചാൽ നിങ്ങൾ വായിച്ചു. ഈ തരീഖത്തും മറ്റെല്ലാ തരീഖത്തും പോലെ ആകർഷകമായി സമർപ്പിക്കുന്നുണ്ട്. ഈ തരീഖത്ത് ഇതല്ല, വായിക്കും.
അല്ലല്ല ഒന്ന് വായിക്കും. ഇത് വായിക്കും. ഈ തരീഖത്ത് മറ്റെല്ലാ തരീഖത്തുകളെയും പോലെ ആത്യന്തികമായ വഹദത്തുൽ വജൂദിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് തരീഖത്താണത്? ഇത് സാദരി. ഇത് സാദരി. ആ മറ്റുള്ള തരീഖൊക്കെ ഉണ്ട്. നമ്മൾ തീർച്ചയായും എഴുതിയാണ്. അതെയാ ഇല്ല എന്ന് പറഞ്ഞല്ല ഞാനും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഈശ്വരൻ അദ്വൈതവാദികളുടെ ഈശ്വരൻ ബ്രഹ്മമാണ്, അല്ലാഹുവൻ. അപ്പോൾ അദ്വൈതവാദം എന്ന് പറയുന്നത് ആ അദ്വൈതവാദത്തിലേക്കാണ് നമ്മുടെ സൂഫി സംഗീതക്കാർ നമ്മെ സാധാരണ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത്. ഇതറിഞ്ഞോ അറിയാതെയോ? അറിഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ അറിഞ്ഞില്ലെങ്കിൽ അതൊരു മുസീബത്ത്, അറിയാണെങ്കിൽ ഏറ്റവും വലിയ മുസീബത്ത് പോലെ ഈ മുസീബത്തിലേക്കാണ് നമ്മുടെ സമുദായത്തെ പാവപ്പെട്ടവരെ നാം കൊണ്ടുപോകുന്നത്. ഇത് ശിർക്കാണ് എന്ന് വിവരിക്കുവാൻ വേണ്ടിയും ശിർക്കിലേക്ക് നമ്മെ കൊണ്ടുപോയി അവസാനം കൊണ്ട് എന്നെത്തിക്കൽ നേരത്തെ പറഞ്ഞതുപോലെ സൂഫിയത്തിനെ ചുരുക്കി വിവരിക്കുകയാണ്. അവസാനം സൂഫിയത്തിൻ്റെ അവസ്ഥകൾ സൂഫിയത്തിൻ്റെ കിതാബ് നോക്കി തീരുമാനിക്കാൻ കഴിയുകയില്ല. സൂഫിയത്തിൻ്റെ പദ്യങ്ങളും അവർ പറയുന്ന വാക്കുകളും സാധാരണക്കാർക്ക് നോക്കൽ ഹറാമാണ് എന്നാണ് മഹാന്മാർ പറയും. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കിതാബുകൾ, അവരുടെ പദ്യങ്ങൾ, സംഗീതങ്ങൾ അതെല്ലാം നോക്കൽ ഹറാമാണ്. അമ്മ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിൻ്റെ ഫതാവൽ ഹദീസിൽ പറഞ്ഞു, വഅമ്മ മുതാലഅതു കുതുബിഹിം ഫയംബഗി ലിൽ ഇൻസാനി അൻ യുഇരിദ അൻഹാ ബികുല്ലി വജ്ഹിൻ അംകന. അവരുടെ ഗ്രന്ഥങ്ങൾ മുതാല ചെയ്യുക എന്നുള്ളത്, നോക്കുക എന്നുള്ളത് കഴിവതും അവർ അതിൽ നിന്ന് ഒഴിവാവേണ്ടതാണ്. കാരണം ഫഇന്നഹാ മുസ്തമിലത്തുൻ അലാ ഹഖായിഖ യഅ്സുറു ഫഹ്മുഹാ ഇല്ലാ അലൽ ആരിഫീനൽ മുതദല്ലിഈന മിനൽ കിതാബി വസ്സുന്നത്തി അൽ മുത്തലിഈന അലാ ഹഖായിഖിൽ മആരിഫി വഅവാരിഫിൽ മആരിഫ്. അവരുടെ വാക്കുകളിലും അവരുടെ കിതാബുകളിലെല്ലാം ധാരാളം ഹഖീഖത്തുകളുണ്ട്. അത് സാധാരണക്കാർക്ക് തിരിയില്ല. വലിയ ആഴമായി പഠിച്ച പ്രഗത്ഭരായ ആളുകൾക്ക്, അള്ളാഹിൻ്റെ മഅരിഫത്ത് കരസ്ഥമാക്കിയ ആളുകൾക്ക് മാത്രമേ തിരിയുകയുള്ളൂ എന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി പറയും. ഫമല്ലം യസിൽ ബിഹ ഇലാ ഹാദിഹിൽ മർത്തബ, ഈ പദവിയിലേക്ക് എത്താത്ത ആളുകളാണെങ്കിൽ യുഹ്ഷാ അലൈഹി മസില്ലത്തുൽ ഖദം, അവൻ്റെ കാൽ വഴുതി പോകുമെന്ന് പേടിക്കണം. മാത്രമല്ല അവസാനം വൽ വുഖൂഉ ഫീ മഹാമിഹിൽ ഹൈറത്തി വന്നദം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കമാ ഷാഹദിനാ ഫീ ഉനാസിൻ ജുഹാലി, ചില ജാഹിലീങ്ങളായ ആളുകളിൽ നാം കണ്ടതുപോലെ, അദ്മനൂ മുതാലഅത്തഹ, അവർ സൂഫിയത്തിൻ്റെ കിതാബ് സദാ മുതാല ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം അവർക്കുള്ള അവസ്ഥ എന്തായി തീർന്നു? ഫഖലഊ റിബ്ഖത്തൽ ഇസ്ലാമി വതക്ലീഫാത്തി ശർഇയ്യ മിൻ അനാഖി, അവരുടെ കഴുത്തിൽ നിന്ന് അവർ പൂർണ്ണ സ്വതന്ത്രരായി തീർന്നു. ഇസ്ലാമിൻ്റെ ആ ബന്ധമെല്ലാം അവർ വിട്ടുകൊണ്ട് ഒഴിച്ചുകൊണ്ട് അവർ പൂർണ്ണ സ്വതന്ത്രരായിക്കൊണ്ട് അവസാനം വഫുദാ ബിഹിമുൽ ഹാലു ഇലൽ വുഖൂഇ ഫീ ശറക്കി ശിർക്കിൽ അക്ബർ, ശിർക്കുൽ അക്ബറിൻ്റെ കെണിയിൽ അവർ പെട്ടുപോയി. ഫഖസിറുദ്ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടു പോയി. മുഹിദ്ദീൻ ഇബ്നു അറബിൻ്റെ ഒരു ബൈത്ത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, സമയമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി. ഷെയ്ഖ് മുഹിദ്ദീൻ ഇബ്നു അറബിൻ്റെ ഒരു ബൈത്ത്, യമൻ യറാനി വലാ അറാഹു കംദാ അറാഹു വലാ യറാനി, യമൻ യറാനി വലാ അറാഹു കംദാ അറാഹു വലാ യറാനി. ഇതിൻ്റെ അർത്ഥം
യമൻ യറാനി, എന്നെ കാണുന്ന അള്ളാഹുവേ, വലാ അറാഹു, ഞാൻ അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ കാണാതെ എന്നെ കാണുന്ന അള്ളാഹുവേ, കം ദാ അറാഹു വലാ യറാനി, ഞാൻ അള്ളാഹു എത്രയോ പ്രാവശ്യം കാണുന്നുണ്ട്, പക്ഷേ വലാ യറാനി, അള്ള എന്നെ കാണുന്നില്ല. അള്ള എന്നെ കാണുന്നില്ല. അപ്പം അള്ളാഹു തആല എന്നെ കാണുന്നില്ല എന്നാണ് ഈ വാക്കിൻ്റെ പ്രത്യക്ഷാർത്ഥം. മഹാനായ ഇബ്നു അറബി തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ബൈത്ത് ചൊല്ലി, യമൻ യറാനി വലാ അറാഹു കം ദാ അറാഹു വലാ യറാനി എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, കൈഫ തഖൂലു ഇന്നഹു ലാ യറാക വഅൻത തഅലമു അന്നഹു യറാക. നേരത്തെ അള്ളാഹു താങ്കളെ കാണുമെന്ന് പറഞ്ഞ താങ്കൾ അള്ള താങ്കളെ കാണുന്നില്ലെന്ന് എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫഖുൽതു മുർതജില, ഞാൻ ഉടൻ തന്നെ അതിന് മറുപടി പറഞ്ഞു, യമൻ യറാനി മുദിനിബ വലാ അറാഹു വാഹിദ കം ദാ അറാഹു മുൻഇമ വലാ യറാനി ലാഇദാ. അദ്ദേഹം തന്നെ എൻ്റെ വിശദീകരണം ചെയ്യും. യമൻ യറാനി, എന്നെ കാണുന്ന അള്ളാഹുവേ, ഞാൻ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ യമൻ യറാനി മുദിനിബ, ഞാൻ പാപം ചെയ്ത് പാപിയായിക്കൊണ്ട് എന്നെ കാണുന്ന അള്ളാഹുവേ, എന്നിട്ട് വലാ അറാഹു ആഹിദ, എന്നെ അള്ളാഹു പിടികൂടുന്നില്ല, ശിക്ഷിക്കുന്നതായി കാണുന്നില്ല. കന്താ അറാഹു മുന്നിമ, അവനെത്രയോ എനിക്ക് ഗുണം ചെയ്യുന്നതായി ഞാൻ കാണുന്നുണ്ട്, പക്ഷേ വലാ യറാനി ലാഇദ, ഞാൻ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നതായി അവൻ എന്നെ കാണുന്നില്ല. ഇതാണ് അർത്ഥം. അപ്പം നേരത്തെ പറഞ്ഞ അർത്ഥം ഇതേപോലുള്ള വാക്കുകളാണ് മഹാന്മാരുടെ സൂഫിയത്തിൻ്റെ കലാമിലുള്ളത്. ഇത് പ്രത്യക്ഷത്തിൽ കണ്ട് അല്ലാഹു തആല എന്നെ കാണുകയില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഏതാണ് ഇതേപോലെ ഇപ്പോൾ ഈ അടുത്തൊരു സംഭവം, ഒരു ശൈഖിനെ പറ്റി ഒരു സ്ഥലത്ത് ഒരു ശൈഖിനെ പറ്റി വന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അതിനെപ്പറ്റി ചർച്ച വന്നു. ഒരു ശൈഖിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എ ബി ഉസ്താദിയും മറ്റും എല്ലാം അധികാരപ്പെടുത്തി. അപ്പോൾ അയാളുടെ ഒരു മുരീദ് അവിടെ ചെന്ന് പാടിയ പാട്ടാണ്. അദ്ദേഹം നിസ്കരിക്കലും മറ്റും നോമ്പ് വലിക്കലും മറ്റൊന്നും ഇല്ല എന്നതിന് തെളിവായി പാടി, കഫർതു ബിദീനില്ലാഹി വൽ കുഫ്റു വാജിബു ലദയ്യ വഇൻദൽ മുസ്ലിമീന ഖബീഹു എന്ന് പാടി. ഇത് അദ്ദേഹം പാടിയതല്ല, ഹല്ലാജ് പാടിയത്. അബൂ മൻസൂറുൽ ഹല്ലാജിൻ്റെ ബീത്താണിത്. ഇതിൻ്റെ അർത്ഥം പ്രത്യക്ഷത്തിൽ എന്താ അർത്ഥം? കഫർതു ബിദീനില്ല, അള്ളാഹിൻ്റെ ദീന് കൊണ്ട് ഞാൻ കാഫിറായി. വൽ കുഫ്റു വാജിബു, കാഫിറാകുക എന്നുള്ളത് നിർബന്ധമാണ്. ലദയ്യ, എൻ്റെ അടുക്കൽ. വഇൻദൽ മുസ്ലിമീന ഖബീഹു, മുസ്ലിങ്ങളുടെ അടുക്കൽ അത് ചീത്തയാണ്. ഇതാണ് അബൂ മൻസൂറുൽ ഹല്ലാജി പാടിയത്. ഇത് ഏതിന് തെളിവായിട്ട് അയാൾ പറഞ്ഞത്? നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് നോൽക്കേണ്ടതില്ല, ശരയ്യായ അള്ളാഹിൻ്റെ ദീനിൻ്റെ അഹ്കാമുകളൊന്നും ചെയ്യേണ്ടതില്ല. ഇതിന് കാരണം സൂഫിയായ ഹല്ലാജ് പാടിയതാണ്, കഫർതു ബിദീനില്ലാഹി വൽ കുഫ്റു വാജിബു ലദയ്യ വഇൻദൽ മുസ്ലിമീന ഖബീഹ്. ഇതേപോലെ നമ്മെ വഴിതെറ്റിക്കുന്ന പല പദ്യങ്ങളും പല വാക്കുകളും അവരുടെ മഹാന്മാരായ അവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയുന്നവർക്ക് മാത്രമേ അത് നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അവർ പിന്തിരിയേണ്ടതായി വരും. മഹാന്മാരായ സൂഫിയത്തായ ആളുകൾ അവർ പാട്ട് പാടിയിരുന്നു. സമാഇ എന്ന പേരിൽ അവരുടെ ഇസ്തിലാഹിൽ സൂഫി സംഗീതം എന്ന് പറഞ്ഞാലല്ല, സൂഫിയത്തിന് പ്രത്യേകമായി അവർ സംഗീതങ്ങൾ കേൾക്കാറുണ്ടായി. ഒരു വിഭാഗം കേട്ടിരുന്നു, മറ്റു വിഭാഗം കേട്ടിരുന്നില്ല. അത് കേൾക്കാമോ ഇല്ലയോ, ഏത് കേൾക്കാം ഏത് പാടില്ല, ഇതിലെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കാണ്. പക്ഷേ ഹറാമായ, നേരത്തെ പറഞ്ഞല്ലോ, ഹാർമോണിയം അതേപോലെ മ്യൂസിക് മുതലായത് ചേർത്തുകൊണ്ടുള്ള സംഗീതം ഹറാമാണ് എന്നത് എല്ലാവരും സമ്മതിച്ച കാര്യം, 4 ഇമാമിങ്ങളും സമ്മതിച്ച കാര്യമാണ്. അപ്പം ഹറാമായ മ്യൂസിക്, ഹാർമോണിയം അതേപോലെ മറ്റുള്ളതെല്ലാം ഉപയോഗിച്ചു കൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. 4 മദ്ഹബിൻ്റെ ഇമാമുകളും അത് ഹറാമാണെന്ന് പറയും. പിന്നെ സൂഫികൾ കേട്ടിരുന്ന പദ്യം ഏതാണ്? സുഹുദിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ദുന്യാവിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ചില പദ്യങ്ങൾ. ഉദാഹരണം
يغاديا في غفلة ورائها إلى متى تستحسن القبائها وكم ملاكم لا تخافوا موقفا يستنطق الله به الجوارها يا عجبا منك وأنت مبصر كيف تجنبت الطريق الواضحا. ഇത് അവർ സാറിന് പറഞ്ഞ അവരുടെ ഒരു ഉദാഹരണമായിട്ട് പറയുക. അശ്രദ്ധയിലായി നേരം പുലരുകയും വൈകുന്നേരമാവുകയും ചെയ്യുന്ന ആളെ എത്ര വരേക്കുമാണ് ഈ തെറ്റായ കാര്യങ്ങൾ നല്ലതായി കണ്ടുകൊണ്ടിരിക്കുന്നത്? وكم ملاكم لا تخافوا موقفا يستنطق الله به الجوارها. എത്ര വരേക്കുമാണ് നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിന്നെ നിർത്തിക്കൊണ്ട് നിന്റെ അംഗങ്ങളെ കൊണ്ട് നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ലയോ? യാ ജബം മിൻക വഅൻത മുബ്സിറു കൈഫ തജന്നബത തരീഖൽ വാദിഹാ. നീ കണ്ണുണ്ട്, പക്ഷേ നീ നോക്കുന്നില്ല, ശരിയായ മാർഗത്തിൽ നിന്ന് നീ അങ്ങനെ തെറ്റിപ്പോയി. ഇത് സൂഫിയത്തിൻ്റെ ഒരു പദ്യമാണ്, കവിതയാണ്. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയും പരലോകത്തെ പറ്റിയും അവരിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു ചെറിയത് കൂടി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. സാധാരണ സൂഫിയത്തെല്ലാം ചില പദ്യങ്ങൾ മനസ്സിന് അലിവുണ്ടാക്കി തീർക്കുന്ന, മനസ്സിന് പരിവർത്തനമുണ്ടാക്കുന്ന ചില കവിതകളെല്ലാം ചെല്ലാറുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഏത് ജാതി കവിതയാണ് ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചൊല്ലി, ഇദാ മാ ഖാല ലീ റബ്ബി അമസ്തഹിയത തഅസീനി വതുഖ്ഫി ദംബ മിൻ ഖൽഖി വബില്ലിസ്യാനി തഅതീനി. ഇതേപോലുള്ള കവിത എന്ന് പറഞ്ഞാൽ, എൻ്റെ രക്ഷിതാവ് എന്നോട് നീ ലജ്ജിക്കുന്നില്ലയോ, നീ തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് ലജ്ജയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, നീ മറ്റ് സൃഷ്ടികളിൽ നിന്ന്, ഞാനല്ലാത്ത മറ്റ് സൃഷ്ടികളിൽ നിന്ന് നിൻ്റെ പാപം മറച്ചു വെക്കുന്നു, എന്നിട്ട് പാപം ചെയ്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് വരുന്നു. യാ മാ ഖാല ലീ റബ്ബി അമസ്തഹിയത തഅസീനി വതുഖ്ഫി ദംബ മിൻ ഖൽഖി വബില്ലിസ്യാനി തഅതീനി. ഇതേപോലുള്ള പദ്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ചെല്ലൂ എന്ന് പറഞ്ഞ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പിന്നെയും ആവർത്തിച്ച് ചെല്ലിയപ്പോൾ അദ്ദേഹം വീട്ടിൽ കടന്ന് വാതിലടച്ചു. എന്നിട്ട് അദ്ദേഹം
കരഞ്ഞുകൊണ്ട് ചെല്ലുന്നതായി കേട്ടു. ഇദാമാ ഖാല ലി റബ്ബി അമസ്തഹീത തഅ്സീനി വതുഖ്ഫി ദംബ മിൻ ഖൽഖി വബില്ലിസ്യാനി തഅ്തീനി. ഇതേപോലുള്ള സംഗീതങ്ങളാണെങ്കിൽ വിരോധമില്ല. അല്ലാത്ത സൂഫി സംഗീതങ്ങളെല്ലാം നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകും, ശിർക്കിലേക്ക് കൊണ്ടുപോകും. അത് പ്രത്യേകം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അടുത്ത ക്ലാസ് എടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി ഉസ്താദെല്ലാം വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതും അത് അനുസരിച്ച് അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീക്ക് ചെയ്തു തരുമാറാവട്ടെ. ഖറവിയായ ആലിമീങ്ങളുടെയും മുതാലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തിയിരുമാറാവട്ടെ. പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.